ലോകത്തിലെ ആദ്യ സർവകലാശാല സ്ഥാപിച്ച വനിത. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാലകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മിക്കവാറും എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ഓക്സ്ഫോർഡും കാംബ്രിഡ്ജോ ബെലോഗ്നയും ആയിരിക്കും. എന്നാൽ യുനെസ്കോയുടെയും ഗിന്നസ് വേൾഡ് റെക്കോർഡുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. 1000 വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീ സ്ഥാപിച്ച ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി. സ്ത്രീകളുടെ അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും ചരിത്രങ്ങൾക്ക് മുൻപ് തന്നെ സമൂഹത്തിന് തുറന്നു കാട്ടിയ ധീരമായ സ്ത്രീയുടെ ചരിത്രമാണിത്. പെൺകുട്ടികൾക്ക് നിരന്തരം നിരസിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തെ മതലിംഗ ഭേദമന്യേ സമൂഹത്തിലെ എല്ലാവർക്കും ഒരുപോലെ നൽകിയ സ്ത്രീയാണ് അൽ ഫിഹ്രി. ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടും നിശ്ചയദാർഢ്യവും എങ്ങനെയാണ് ലോക വൈജ്ഞാനിക ചരിത്രത്തെ മാറ്റിമറിച്ചതെന്ന് അറിയാമോ? ലോകത്ത് ഇന്നും പ്രവർത്തിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റിയാണ് മൊറോക്കോയിൽ സ്ഥാപിതമായ അൽ ഖരാവിയൻ യൂണിവേഴ്സിറ്റി. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം മാത്രമല്ല, ഒരു മുസ്ലിം സ്ത്രീ സ്ഥാപിച്ച ആദ്യത്തെ സ്ഥാപനവുമാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പ് ഇരുണ്ട യുഗങ്ങളിൽ നിന്ന് കരകയറുന്ന സമയം, മിഡിൽ ഈസ്റ്റിന്റെയും വടക്കേ ആഫ്രിക്കയുടെയും വൈജ്ഞാനിക പ്രഭാവ കാലത്ത് ക്രിസ്തുവിന് ശേഷം 859 ഫാത്തിമ അൽ ഫിഹ്രി എന്ന മുസ്ലിം വനിത മൊറോക്കോയിലെ ഫെസിൽ അൽ ഖരാവിയൻ എന്ന പേരിൽ ഒരു സർവകലാശാല സ്ഥാപിച്ചു. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാലയാണ് അൽ ഖരാവിയൻ. ഉന്നത വിദ്യാഭ്യാസം എന്ന ഫാത്തിമയുടെ ആശയത്തിലാണ് സർവകലാശാല സ്ഥാപിതമായത്. ഉയർന്ന ദാർശനിക ബോധവും ശാസ്ത്രീയ അവബോധവുമുള്ള മനസ്സുകൾക്ക് ഒത്തുചേരാൻ ഒരിടം. നൂതന പഠനത്തിലൂടെയും ഗവേഷണങ്ങളിലൂടെയും അവിടെ എത്തുന്നവരുടെ അറിവ് വർദ്ധിപ്പിക്കുകയും അവ മധ്യകാലഘട്ടത്തിൽ ലോകത്തെ മറ്റിടങ്ങളിലേക്കും പ്രചരിപ്പിക്കുക എന്ന ആശയത്തിലൂന്നിയാണ് ഫാത്തിമ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. സത്യത്തിൽ വൈജ്ഞാനിക സ്ഥാപനങ്ങളുടെ ഒരു ബ്ലൂ പ്രിന്റ് ആയിരുന്നു അൽ ഖരാവിയൻ. 1088 സ്ഥാപിതമായ ബെലോഗ്ന യൂണിവേഴ്സിറ്റി, 1096 സ്ഥാപിതമായ ഓക്സ്ഫോർഡ് ഉൾപ്പെടെ ലോകത്ത് സ്ഥാപിതമായ മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളും ഫാത്തിമയുടെ ആശയത്തിലൂന്നിയ ഈ പഠനരീതിയാണ് പിന്നീട് പിന്തുടർന്നത്. AD 800 ടുണീഷ്യയിലെ ഖൈറാവാനിലാണ് ഫാത്തിമ അൽ ഫിഹ്രി ജനിച്ചത്. ഫാത്തിമയും അവളുടെ സഹോദരിയായ മറിയമും വിദ്യാലയ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയിരുന്നു. അവരുടേത് അത്ര സമ്പന്നമല്ലാത്ത ഒരു കുടുംബമായിരുന്നു. ഫാത്തിമയുടെ പിതാവ് ഒരു സാധാരണ വ്യാപാരിയായിരുന്നു. അക്കാലത്ത് മൊറോക്കോയിലെ ഫെസ് എന്ന നഗരം കച്ചവടത്തിനും ധനസമ്പാദനത്തിനും പേരുകേട്ട ഇടമായതുകൊണ്ട് ഫെസിലേക്കുള്ള വലിയ കുടിയേറ്റത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു ഫാത്തിമയുടെ കുടുംബം. ഫെസിലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളിലുമായി തുടക്കം കുറിച്ച ഫാത്തിമയുടെ കുടുംബം പതിയെ അഭിവൃദ്ധി പ്രാപിച്ചു. തുടർന്ന് ഫാത്തിമയുടെ കുടുംബം ഫെസിൽ താമസം തുടരുകയും ഫാത്തിമ വിവാഹിതയാവുകയും ചെയ്തു. കാലങ്ങൾക്ക് ശേഷം ഫാത്തിമയുടെ ഭർത്താവും പിതാവും മരണപ്പെടുകയും അവരുടെ മുഴുവൻ സ്വത്തവകാശം ഫാത്തിമയ്ക്കും അവളുടെ സഹോദരി മറിയമിനും ലഭിക്കുകയുണ്ടായി. അവരുടെ ജീവിതം മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ആ വലിയ സമ്പത്ത് ഉപയോഗിച്ച് സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്നതിനായി വിനിയോഗിക്കാൻ തീരുമാനിച്ചത്. ഉന്നത പഠനത്തിനും ആരാധനാ ചടങ്ങുകൾ നിർവഹിക്കുന്നതിനുമായി നഗരത്തിൽ ഒരു ഇടം ആവശ്യമാണെന്ന് അൽ ഫിഹ്രി തീരുമാനിക്കുകയും തുടർന്ന് സ്വത്ത് ഉപയോഗിച്ച് AD 859 അൽ ഖരാവിയൻ മസ്ജിദും സർവകലാശാലയും സ്ഥാപിക്കുകയുമായിരുന്നു. കെട്ടിടത്തിന്റെ രൂപരേഖ ഫാത്തിമ മുൻകൂട്ടി കാണുകയും സ്വയം നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിക്കുകയും ചെയ്തു. 30 മീറ്റർ നീളമുള്ള മുറ്റം, പ്രാർത്ഥനാ ഹാൾ, വായനാശാല, വിദ്യാലയം എന്നിവയെല്ലാം പണിതു. ഫാത്തിമ വലിയ ദൈവഭക്തിയുള്ളവളായിരുന്നു. കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ച ദിവസം മുതൽ പൂർത്തിയാവുന്നതുവരെ വ്രതം അനുഷ്ഠിക്കുമെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തിരുന്നു. ഈ വ്രതം 2 വർഷത്തോളം 859 കെട്ടിടം പൂർത്തിയാവുന്നതുവരെ ഫാത്തിമ തുടർന്നിരുന്നു. ഖരവിയൻ സർവകലാശാലയിൽ ആദ്യം ഖുറാനും ഇസ്ലാമിക നിയമതത്വങ്ങളും മാത്രമായിരുന്നു പഠിപ്പിച്ചിരുന്നത്. ശേഷം ഗണിതം, അറബി ഭാഷാശാസ്ത്രം, രസതന്ത്രം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, ഭൂമിശാസ്ത്രം, ചരിത്രം എന്നിവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കുകയും ബിരുദധാരികൾക്ക് ബിരുദം നൽകാൻ ആരംഭിക്കുകയും ചെയ്തു. ഈ കോഴ്സുകൾക്ക് മുസ്ലിമുകളെ മാത്രമല്ലാതെ ക്രിസ്ത്യൻ, ജൂതർ തുടങ്ങി എല്ലാ മതത്തിലുമുള്ള വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്തു. മാത്രമല്ല, മുഴുവൻ സ്ഥാപനവും ഫാത്തിമ സ്പോൺസർ ചെയ്തതുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം സൗജന്യമായിരുന്നു. ഈ സർവകലാശാല പെട്ടെന്ന് തന്നെ ആത്മീയവും വിദ്യാഭ്യാസപരവുമായ ഒരു വലിയ കേന്ദ്രമായി മാറി. ഈ സർവകലാശാലയെ ലോകമെമ്പാടുമുള്ള പണ്ഡിതന്മാരും ബുദ്ധിജീവികളും സന്ദർശിക്കുവാൻ തുടങ്ങി. ഫാത്തിമ പിൽക്കാല വർഷങ്ങളിൽ അവിടെ പ്രഭാഷണങ്ങൾ നടത്തി തുടങ്ങി. ഇന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സർവകലാശാല എന്ന ആശയത്തിന് ആദ്യം രൂപം നൽകിയത് ഫാത്തിമ അൽ ഫിഹ്രിയാണ്. വിപുലമായ പഠനത്തിനുള്ള അവസരങ്ങൾ നൽകുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രമെന്ന ഈ ആശയം മധ്യകാലഘട്ടങ്ങളിൽ ലോകമെങ്ങും വ്യാപിച്ചു. ഇതിന്റെ ഫലമായി തുടർന്നുള്ള നൂറ്റാണ്ടുകളായി യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ
ബൊളോഗ്ന യൂണിവേഴ്സിറ്റിയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും രൂപം കൊണ്ടു. ഇപ്രകാരം അൽ ഖരീവിയൻ ലോകത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റിയായി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു. പുരാതന കാലം മുതൽ പഠന കേന്ദ്രങ്ങൾ നിലവിലുണ്ടായിരുന്നു. പക്ഷേ പുരാതന നാഗരികത ബിരുദം നൽകുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയോ വിവിധ വിഭാഗങ്ങളിലായുള്ള സ്ഥാപനീയമായ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണങ്ങളോ ആരംഭിച്ചിരുന്നില്ല. യുനെസ്കോയുടെയും ഗിന്നസ് ബുക്കിന്റെയും അംഗീകാരപ്രകാരം അൽ ഖരീവിയൻ സർവകലാശാലയാണ് ലോകത്തിലെ ആദ്യത്തെ ബിരുദം നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ആ കാലഘട്ടങ്ങളിൽ തന്നെ ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ പ്രകൃതിശാസ്ത്രം, ഭാഷകൾ, ജ്യോതിശാസ്ത്രം തുടങ്ങി വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ പഠിക്കുവാൻ അൽ ഖരീവിയനിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. ഫാത്തിമയും തന്റെ ശിഷ്ടകാലം പഠിക്കാനും പഠിപ്പിക്കാനുമായി വിനിയോഗിച്ചു. മധ്യകാലഘട്ടങ്ങളിൽ വളരെ പ്രശസ്തി ആർജിച്ച ഈ സർവകലാശാല വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രഭാകേന്ദ്രമായി ലോകമെമ്പാടും കണക്കാക്കപ്പെട്ടിരുന്നു. ഫാത്തിമ ഈ യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിച്ച ലൈബ്രറിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ലൈബ്രറിയായി കണക്കാക്കപ്പെടുന്നത്. കനേഡിയൻ മൊറോക്കൻ വാസ്തുശില്പിയായ അസീസ ചൌനി ഈ ലൈബ്രറിയെ പുതുക്കി പണിത ശേഷം 2016 പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നുകൊടുത്തത് ലോക മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. നിലവിൽ 9ാം നൂറ്റാണ്ടിലെ ഖുറാനും ആദ്യകാല ഹദീസ് ശേഖരങ്ങളും ഉൾപ്പെടെ വളരെ പഴമയുള്ള 4000 കയ്യെഴുത്ത് പ്രതികളുടെ ഒരു വലിയ ശേഖരം തന്നെ ഈ ലൈബ്രറിയിലുണ്ട്. അൽ ഖരീവിയൻ സർവകലാശാല ലോകത്തിന്റെ എല്ലാ കോണുകളിലുമുള്ള ആളുകളെയും ഒരുപോലെ ആകർഷിച്ചു. ഫാത്തിമ അൽ ഫിഹ്രിയും അൽ ഖരീവിയൻ സർവകലാശാലയും മുസ്ലിം സ്ത്രീകൾ മാനവരാശിയുടെ പുരോഗതിക്കായി എന്ത് ചെയ്തുവെന്നതിന്റെ അനേകം സാക്ഷ്യങ്ങളിൽ ഒന്നാണെന്നത് ഇന്നും പലർക്ക് അറിയില്ലായിരിക്കാം. AD 880 തന്റെ 80ാം വയസ്സിൽ അൽ ഫിഹ്രി ഈ ലോകത്തോട് വിട പറഞ്ഞു. സമൂഹ പ്രതിബദ്ധതയും സമർപ്പണത്തിന്റെ മഹത്വവും ഈ സമൂഹത്തെ പഠിപ്പിച്ച ഈ വനിത എല്ലാവർക്കും എക്കാലത്തും മാതൃകയും പ്രചോദനവുമാണ്. ഈ അറിവ് ഉപകാരപ്രദമായാൽ വിലയേറിയ ഫീഡ്ബാക്കുകൾ നൽകി പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു പുതിയ വിശേഷവുമായി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.